Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ജീവിതം നശിപ്പിച്ചു. ഞാനും അതേപോലെ അവരുടെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അവരെ വെറുതെ വിടില്ല. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ഈ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് കോൾ ഫാക്ടറിയിലേക്ക് വരണം നിങ്ങൾ. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ കുട്ടിയെ കഷ്ണം കഷ്ണമാക്കി കൊല്ലും. റിഗാർഡ്സ്, ജോൺ ആകുമെന്നും ഡോൺ. ജോണിന്റെ അഹങ്കാരം ഈയിടെയായിട്ട് കൂടുന്നുണ്ട്. ഈ പാവം കുട്ടിയെ പോലും വെറുതെ വിടില്ലെന്ന് വെച്ചാ എങ്കിൽ പിന്നെ ജോണിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. ജോൺ, ഞാൻ പൈസയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അതുവരെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇന്ന് മോനെ ഈ കത്തെ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക്. മോൻ പേടിക്കണ്ട, ഞാനില്ലേ. താങ്ക് യു അങ്കിൾ. എന്റെ മോട്ടു, എന്താ ഇത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ പത്തില് ഒന്നും ശരിയല്ല. കേക്ക്. എന്റെ മോട്ടു, ആ കുട്ടി ഇങ്ങോട്ട് വന്നതല്ലേ, നീ എന്തിനാ തിരിച്ചയച്ചത്? ശരിയാണല്ലോ, ഞാനത് ആലോചിച്ചില്ലല്ലോ. ഞാനെന്തിനാ കത്തെഴുതി കൊടുത്തത്? ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞാൽ പോരായിരുന്നില്ലേ? സോറി. വരൂ, ഇപ്പൊ തന്നെ ചിങ്കം സാറുമായിട്ട് അങ്ങോട്ട് പോയിട്ട് അവനിട്ടൊരു പണി കൊടുക്കാം. പത്തുലു, അതാ കുട്ടി കരയുന്ന കരച്ചിലിന്റെ ശബ്ദമാണ്. അവിടെ നിന്നാണത് കേൾക്കുന്നത്. വരൂ. പൊളിച്ചടത്തല്ല, കുട്ടി കരയുന്ന ശബ്ദം ഈ ടേപ്പ് റെക്കോർഡിൽ നിന്നാണ് വരുന്നത്. എന്റെ 20 കൊല്ലത്തെ അനുഭവം പറയുന്നത് നമ്മളാരോ പറ്റിക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വരുത്തിയതാണ് കേട്ടാ. നിന്റെ 20 വർഷ അനുഭവത്തിൽ നീ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതകാലം മൊത്തം അടച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ ജോൺ ദ ഡോൺ ഇതൊക്കെ ചെയ്തത്. എന്റെ അമ്മോ, ഇത് ജോണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല കള്ള. നിന്നെ ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോയി പാറ പൊളിപ്പിക്കും. അതെ ചിങ്കം സാറേ, ഇവൻ അറസ്റ്റ് ചെയ്യൂ. പുതിയ കള്ളന്മാർക്ക് വേണ്ടി പുതിയ യൂണിഫോം തുന്നി വെച്ചിട്ടില്ലേ നിങ്ങള്? അത് നമുക്ക് ജോണിന് ഇട്ടുകൊടുക്കാം ചിങ്കം സാറേ. മമ്മി, ഈ ജോൺ ഇത്തരം തെറ്റൊന്നും ചെയ്യാൻ പാടില്ലെങ്കിൽ അവന് ജയിലിൽ കൊണ്ടുപോയി ചപ്പാത്തി ഉണ്ടാക്കിപ്പിക്കണം. അതെ, ജയിൽ ഭക്ഷണം കഴിച്ചാലേ നീയൊക്കെ പഠിക്കൂ. ജോണെ, ഒന്നോർത്തോ, തെറ്റായ കാര്യങ്ങളാണ് ചെയ്യാൻ പ്ലാൻ എങ്കിൽ നീ തന്നെയാണ് അതിൽ കൊടുങ്ങ. അതിന്റെ ഫലത്തിനെ കുറിച്ച് നിങ്ങളൊക്കെ ചേർന്ന് ആലോചിക്കേ. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും എപ്പോഴും രക്ഷപ്പെടാൻ പറ്റില്ല. ഹലോ എവരിബഡി, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ചിങ്കം സാർ, നിങ്ങൾക്ക് വേണ്ടി മാവാട്ടുന്ന കല്ല് അവിടെ ഉണ്ട്, നോക്കൂ. നിങ്ങൾ അതിൽ മാവരയ്ക്കാൻ പോവുകയാണ്. പിന്നെ കസിഡാറാം, നീ ആ മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്ക. നിങ്ങൾ പച്ചക്കറികളൊക്കെ വെച്ച് ഉപ്പേരി ഉണ്ടാക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും യൂണിഫോം തയ്ക്കണം. മനസ്സിലായോ? എല്ലാവരും അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങ. എന്റെ അമ്മോ, ഞാൻ ആ ജോണിനെ കൊണ്ട് ജയിലിൽ ഗോതമ്പ് അരിപ്പിക്കുന്നതായി സ്വപ്നം കണ്ടതാണ്. പക്ഷെ ഇന്ന് അവൻ എന്നെ കൊണ്ട് തന്നെ ഗോതമ്പ് അരിപ്പിക്കുകയാണല്ലോ. ചേട്ടാ, എന്റെ ചങ്കി, എന്റെ ബ്രോ, ഞാൻ ഇത്രയും സവാള വെട്ടി ഞാൻ വേഗം ഒരു രോഗിയാവുമെന്ന് എനിക്ക് പേടിയാകുന്നു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ചപ്പാത്തി ഞാൻ ഇതുവരെ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിക്കൂ. കൈ കൊണ്ട് മെഷീൻ ഓടിച്ച് എന്റെ കൈ ഇപ്പൊ പാറ കഷ്ണം പോലെയായി. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. പത്തലോ, ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. മോട്ടു, ചായക്കടക്കാരൻ ചേട്ടന് ഫോൺ ചെയ്യ്. രക്ഷിക്കാനായി ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പൊ ഫോൺ ചെയ്യാം. ഹലോ,
എല്ലാവരും നല്ലപോലെ കേട്ടോളൂ. ഇവിടെ ഞാൻ നെറ്റ്വർക്ക് ജാമർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോൾ ചെയ്യാൻ ട്രൈ ചെയ്താൽ നിങ്ങളുടെ കോൾ പോവില്ല, ആർക്കും കോൾ വരില്ല. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഒന്നായിട്ട് ഇരുത്തി കറണ്ട് ഷോക്ക് കൊടുക്കണം എന്ന് എനിക്ക് കുറെ കാലമായി ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നാണ് എന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നത്. വീണ്ടും ശ്രമിച്ചാൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. മനസ്സിലായോ? ഡോക്ടർ ജഡ്ക, ഈ ഇലക്ട്രിക് ബോർഡില് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനായി കഴിയോ? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, അത് എളുപ്പമുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ആ, ആ, ഏ, ആ, ആ, ഏ, ഏ, ആ, ചായക്കട ചേട്ടാ, ഒത്തിരി സമോസ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ട് കോൾ ഫാക്ടറിയുടെ അടുത്തേക്ക് വാ. എനിക്ക് തോന്നുന്നു അവന്മാരെന്തെങ്കിലും പ്രശ്നത്തിന് പെട്ടിരിക്കുകയാണെന്നാ, അതുകൊണ്ട് പോയേ പറ്റൂ. ആ നമ്പർ 1 നമ്പർ 2 വേഗം പോയി സെക്കൻഡ് കണക്ഷൻ ഓൺ ചെയ്യടാ. വേഗം. നമ്പർ 1 നമ്പർ 2 അയാളെ നിർത്തൂ. ആ സമോസയുടെ മണം അകത്തേക്ക് പോവാൻ പാടില്ല. തടുത്ത് നിർത്ത്. ആ നല്ല മണം. സമൂസേ 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 സമൂസേ, എവിടെയാണ് സമൂസ? മോട്ടു, ചായക്കടക്കാരൻ ചേട്ടൻ സമൂസ കൊണ്ട് വന്നിട്ടുണ്ട്. ജോൺ അകത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല. നീ മണം പിടിച്ച് ഈ ഡോർ തല്ലി പൊളിച്ച് പുറത്തു പോകാൻ നോക്ക്. നമ്പർ 1 നമ്പർ 2 വേഗം പോ. ചായക്കട ചേട്ടന്റെ കയ്യിലുള്ള എല്ലാ സമോസയും കഴിച്ചു തീർക്ക. ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. സമോസ ഉണ്ടെങ്കിലല്ലേ നിന്നെ കൊണ്ട് സമോസ കഴിക്കാൻ പറ്റൂ. വെള്ളം കിട്ടാതെ മീന് പെടയ്ക്കുന്ന പോലെ നീ പെടയ്ക്കുവാണല്ലോ. എങ്ങനെയുണ്ട്? ജോൺ, നീയാണോ എന്റെ സമൂസ മുഴുവൻ തിന്നു തീർത്തത്? ഇനി നീ വേണം എനിക്ക് സമൂസ ഉണ്ടാക്കി തരുവാൻ, മനസ്സിലായോ? വേണ്ട, എന്നെ വിട്ടേക്ക് മോട്ടോ. വേണ്ട പ്ലീസ്. വേണ്ട 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 മോട്ടോ, പ്ലീസ് എന്നെ വിട്ടേക്ക്. നമ്പർ 1 നമ്പർ 2 മോട്ടോന് വേണ്ടി പോയി സമോസ എടുത്തിട്ട് വാടാ. അല്ല, ഇതെന്ത് സമൂസയാണോ? ഉപ്പിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ? എടോ, സമൂസയിൽ ഉപ്പിട്ടോ അതോ ഉപ്പിൽ സമൂസ ഇട്ടോ? പറയടോ, വേറെ എടുത്തോണ്ട് വേണോ?
കണ്ടില്ലേ ജോണേ, ഈ സമൂസയിൽ പഞ്ചസാരയുടെ ഒരു അംശം പോലും ഇല്ലെന്നേ. നമ്പർ 1, നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ സമോസയിൽ പഞ്ചസാര ഇട്ടില്ല? സമോസയിൽ അതിന് ആരും പഞ്ചസാര ഇടില്ലല്ലോ. എന്റെ ജോണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇത്രയും നേരം നിന്നെ തല്ലി എനിക്ക് ഇച്ചിരി മധുരം കഴിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. മതി മതി നിർത്ത്. എനിക്ക് ഉപ്പുള്ള മധുരമുള്ള ഒരു സമോസയും ആവശ്യമില്ല. ചിങ്ങം സാർ, പ്ലീസ് അറസ്റ്റ് മീ. എന്നെ പ്ലീസ് അറസ്റ്റ് ചെയ്യൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.